ഷാർജ ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ്. സജ്ജ കാറ്റൽ മാർക്കറ്റ് എന്നോ സജ്ജ ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നോ ഒക്കെ സെർച്ച് ചെയ്താലും അത് തന്നെയാണ് കിട്ടാറുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിലേക്കൊക്കെ കോഴികളൊക്കെ മേടിക്കുമ്പോൾ ആദ്യം നമ്മൾ ഇവിടെ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളൊക്കെ ഉള്ളതൊക്കെ നമ്മൾ വിരിയിച്ചെടുക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ജീവജാലങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ വൈകുന്നേരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. വളരെ ഒരു കുഞ്ഞു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടുന്ന് വളർത്താനാണെങ്കിലും ഇറച്ചിക്കാണെങ്കിലും ഒക്കെ കോഴിയോ താറാവോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ ആടൊക്കെ വാങ്ങുകയാണെങ്കിലും നമുക്കൊരു ഫുൾ ആടിനെ മേടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്ലോട്ടർ ഹൗസ് ഉണ്ട്, അവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ കട്ട് ചെയ്ത് മേടിക്കാം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് സപ്പോസ് വീട്ടിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ആൾക്കാരെ നമുക്ക് വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകാം. പക്ഷേ അവരതിന് തിരിച്ചു കൊണ്ടാക്കണം, അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട്. പിന്നെ അതിന് അങ്ങനെ നമ്മൾ വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതിന് ചാർജ് കൂടുതലുമാണ്. 100 dirhams ആണ് അവർ ചാർജ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ അധികമൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. ഇപ്പം ഈ ഒരു ആടുകളുടെയൊക്കെ ചെറിയ രീതിയിലുള്ള കുറച്ച് ആടുകളുടെയൊക്കെ നമ്മൾ വിലയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഓരോ കടകളിലും ഓരോ വിലയായിരിക്കും. ഇപ്പം പോവുകയാണെങ്കിലും ആദ്യം കാണുന്ന കടയിൽ നിന്ന് വാങ്ങാതെ 2-3 ഇടത്ത് നോക്കിയിട്ട് വാങ്ങുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇവിടെ സാധാരണ നമ്മുടെ ഇന്ത്യൻ ടൈപ്പ് ആടുകളും പിന്നെ ബാക്ക് ഇങ്ങനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ആഫ്രിക്കൻ ടൈപ്പ് അങ്ങനത്തെ ഉള്ള ആടുകളും പിന്നെ ഷീപ്പും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ പശുവിൻ്റെ ഏരിയസിലോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. നമ്മളിപ്പോൾ റേറ്റ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ടൈപ്പ് ഒരു നോർമൽ സൈസൊക്കെ വരുന്നത്, അതായത് ഒരു 15 കിലോയൊക്കെ റെഡി ഇപ്പം കട്ട് ചെയ്ത് വരുമ്പോൾ 15 കിലോയൊക്കെ വരുന്നതിന് ഒരു 600 to 700 ആണ് ചാർജ് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഈ മുന്നേ പോകുന്ന ഒരു ഗ്രീൻ കളർ ട്രക്ക് പോലത്തെ വണ്ടിയിലാണ് സ്ലോട്ടർ ഹൗസിലേക്ക് കൊണ്ടുപോകാറുള്ളത്. അതിന് ചാർജ് 15 dirhams ആണ്. അത് നമ്മൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കൗണ്ടറിൽ ആൾക്കാർ നിൽപ്പുണ്ടാവും, അവിടെ പേ ചെയ്താൽ മതി. പിന്നെ കട്ട് ചെയ്ത് തരുന്നതിന് ആടിനൊക്കെ 25 dirhams ആണ് ഇവിടുന്ന് ചാർജ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അവരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ചാർജ് കൂടുതലാണ്. ഇപ്പം നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ ആദ്യം കണ്ട ഒരു 3-4 കടകളിൽ മാത്രമാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ പശുക്കൾക്കും അതുപോലെ ബേർഡ്സിനും കോഴികൾക്കും താറാവിനും ഒക്കെ സെപ്പറേറ്റ് കടകൾ ഒരുപാടുണ്ട്. ഇതിനകത്ത് ഒത്തിരി ഏരിയ ഉള്ളതാണ്, നമുക്ക് നടന്ന് കാണാൻ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ ആകെ പോയിട്ടുള്ളത് ആ ഒരു ആടിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെടികളുടെ സെക്ഷൻ ഒന്ന് നോക്കിയിട്ട് വന്നില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ലാത്തതുകൊണ്ട് നേരെ അവിടെയും കൂടി ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ചെടികളുടെ സെക്ഷനിലോട്ട് വരുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ചെടിച്ചട്ടികളും അതുപോലെ മണ്ണ്, വളം, അതുപോലെ ഗാർഡനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാൻ പറ്റിയ കുറേ ഷോപ്പുകൾ ഇതിനിടയ്ക്കിടയ്ക്കായിട്ട് വരുന്നുണ്ട്. പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള വളം മേടിക്കണം എന്നുള്ളവർക്ക് പശുക്കളുടെ ഏരിയയിൽ പോയി കഴിഞ്ഞ് അവരോട് ചോദിച്ചാൽ മതിയോ, അവർ കാണിച്ചു തരും ഏത് ഭാഗത്തായിട്ടാണ് നമുക്ക് ചാണകം വാങ്ങാൻ പറ്റുക എന്ന്. അതിങ്ങനെ ചാക്കിലായിട്ടാണ് വാങ്ങാൻ കിട്ടുന്നത്. അത് നമുക്ക് ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ പോയിരിക്കുന്ന ഒരു വർക്കിംഗ് ഡേ ഈവനിങ്ങിൽ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ സാധാരണ സമയങ്ങളിൽ രാവിലെ അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഓപ്ഷൻസ് നടക്കുന്ന സ്ഥലമുണ്ട്. അതായത് ഇങ്ങനെ ഓപ്പൺ മാർക്കറ്റാണ്. അവിടെ ഇങ്ങനെ കൂടുകളിലൊക്കെ ആക്കിയിട്ട് ബേർഡ്സിനെയും താറാവ്, കോഴി, വാത്ത ഇതൊക്കെ വെച്ചേക്കാറുണ്ട്. അപ്പം ഇനിയിപ്പം സമ്മർ പീക്കാവുന്ന സമയത്ത് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. സാധാരണ ഇവിടെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. വീക്കെൻഡിലൊക്കെ വരുമ്പോൾ നമ്മൾ രാവിലെ ടൈമിലൊക്കെ വരുമ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ട്. സമ്മർ ആയത് കാരണം എന്തായാലും തൽക്കാലത്തേക്ക് ചെടികളൊന്നും വാങ്ങാൻ പ്ലാൻ ഇല്ലാത്ത കാരണം അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടെന്നൊക്കെ വിചാരിച്ച് വേഗത്തിൽ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.